നമ്മളിന്ന് ഒറ്റ മൈൻഡില് നാളെ വീക്കെൻഡ് ആയ കാരണം എവിടെയെങ്കിലും പോവാ. ഒറ്റ മൈൻഡ് ഇറങ്ങിയവരൊക്കെ എങ്ങും കിട്ടാണ്ട് ഇവിടെ കറങ്ങി നിൽക്കുന്നേ ഉള്ളൂ. ആർക്കും ഒരു ലൊക്കേഷനും കിട്ടുന്നില്ല. പറഞ്ഞ് ലാസ്റ്റ് ഒരു ലൊക്കേഷൻ കിട്ടി. താത്താക്ക് കിട്ടിയത് എവിടെയാ അറിയോ? ഡിന്നർ കഴിക്കാൻ വേണ്ടി നമ്മൾ നേരെ ഫുജർക്ക് പോകാം. അപ്പം ഞങ്ങൾ പണ്ട് ഇങ്ങനെ ഒറ്റ മൈൻഡ് വരാം, പെട്ടെന്ന് തീരുമാനിച്ച് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു പ്ലാനും ഉണ്ടാവില്ല. പക്ഷെ ചിലപ്പോഴേക്കും ഇങ്ങനെ പ്ലാൻ ആക്കാണ്ട് ഇറങ്ങുമ്പോൾ ചെറിയ പണിയെ കിട്ടാറുണ്ട്. ആ പണി നമുക്ക് എന്നും കിട്ടി. അതിനെ പറഞ്ഞത് എന്താണുള്ളത്. അങ്ങനെ ഒരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും തളർന്നൊരു വഴിയാണ്. അപ്പം നമ്മൾ എന്താക്കി ഫ്രഷ് ആവാൻ പമ്പിലേക്ക് ഇറങ്ങി. അപ്പോൾ ഒരാൾക്കൊരു പരാതി. സത്യം എന്റെ ഭാഗത്തല്ല തെറ്റ്. അവളാ പറഞ്ഞ അവളെ ഫേമസ് ആക്കണം, നല്ല വീഡിയോസ് എടുക്കണം. അപ്പൊ ഞാൻ ആ വീട്ടിലെടുക്കാൻ നിന്നുള്ളതേ ഉള്ളൂ. ഇപ്പത്തെ ഇവനാണെങ്കിൽ പിന്നെ ഇതിനകത്ത് ഇറങ്ങിയൊരു സമയം ഉണ്ടാവില്ല. അപ്പഴത്തേക്ക് താത്ത മേക്കപ്പ് ഇട്ട് സുന്ദരേങ്ങ് എത്തി. അപ്പതാ ഇവിടെ കപ്പിൾ കോൾസ് റീൽസും ഒരേ ബഹളം. കറയും കണ്ട സ്ഥലം ഇറങ്ങി. പിന്നെ അതങ്ങ് നിർത്തി. പിന്നെ നമ്മളെ മ്യൂസിക്കലോട് തപ്പിങ്ങ് ഇറങ്ങി. ലൊക്കേഷൻ നോക്കിയപ്പോൾ ലാസ്റ്റ് കാട്ടിനകത്ത് നിന്ന് എത്തി. പിന്നെ മനസ്സിലെ വഴി കിട്ടിയെന്നുള്ളത്. അപ്പൊ നോക്കിയപ്പോൾ സംഭവം ഹൈവേക്കകത്ത് തന്നെ നമ്മൾ കണ്ടുപിടിച്ച്. ഹലോ ഗൈസ്, നമ്മളിപ്പോ പാരീസ് റെസ്റ്റോറന്റിലാണ്. അത് പറയണം നമുക്ക് ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഞാനിത് അവൾക്ക് പറഞ്ഞോട്ടെ എന്ന്. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ എപ്പോൾ ഫുജർ വന്നാലും നമ്മൾ ലഞ്ചും ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും അത് ഇവിടെ നിന്ന് മാത്രമായിരിക്കും. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞത് നമ്മൾ സ്വന്തം വീടാണ്, നമുക്ക് എപ്പോൾ വേണോ കയറിച്ചല്ലോ. അപ്പോൾ ഇനിയാണ് ഞാൻ പറഞ്ഞ പണി. ഇനി ഇവിടെ നിൽക്കണോ പോകണോ എന്ന് ആലോചിക്കണം. കാരണം നമ്മൾ തിരിച്ചു പോകണം, 2.25 മണിക്കൂർ ഡ്രൈവ് ചെയ്യണം. പക്ഷെ നിൽക്കണോ നമ്മുടെ ഡ്രസ്സും ഇല്ല. അങ്ങനെ ആ പടം മൊത്തത്തിൽ ഡൗട്ടായി കൊളായി. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് നമുക്ക് അടുത്ത വീഡിയോ കാണാം.